വേദന എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. ഞാൻ ഇവിടെ കിടന്ന് കഴിയുമായിരുന്നു. തലവേദന സൈനസൈറ്റിസ് ആയതാന്ന് തോന്നുന്നു. ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. നാടെ ഒരാൾ കിടക്കുന്നു. ഇച്ചായന് പനിയാട്ടോ. ഇച്ചായന് 2 ദിവസമായി പനി തുടങ്ങിയിട്ട്. അപ്പം പുറത്ത് പോയി ഞങ്ങൾ പാരസെറ്റമോളൊക്കെ മേടിച്ച് കഴിച്ചിങ്ങനെ ഇരിക്കുവാണ്. ഇതുവരെ കാണിക്കാൻ പറഞ്ഞിട്ട് ഇവിടെ OP കാണിക്കാന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഒരു അഡ്മിറ്റ് ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ്. ആൻറ്റിബയോട്ടിക്കും എടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര കഫക്കെട്ടാണ്. കഫക്കേറി ഇവിടെയൊക്കെ സൈനസൈറ്റിസ് ആയെന്നാണ് തോന്നുന്നു. ഇവിടെ വേദനയാന്ന് പറയുന്നുണ്ട്. അപ്പം ആവി പിടിച്ചാൽ കുറയുമായിരിക്കും. പക്ഷെ ഇവിടെ ആവി പിടിക്കാൻ സൗകര്യമൊന്നും ഇല്ലല്ലോ. നമുക്ക് വീട്ടിൽ ചെന്നാലല്ലേ അത് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ അന്നക്കുട്ടി ഇതാണ്ട് കിടക്കുന്നു. നല്ല ഉറക്കത്തിലാണ്. ഇന്നലെ നല്ലോണം ഉറങ്ങി. ആശാത്തി എണീറ്റിരിക്കുക. സാരമില്ല, ഞാൻ ഫ്രണ്ട് ക്യാമറ ഇടാം. ഇന്നലെ രാത്രി പോയിട്ട് സക്ഷൻ ചെയ്തു. മൂക്കിൽ കുറേ കഫമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ സ്വസ്ഥമായി കിടന്ന് ഉറങ്ങുവാണ്. സ്വസ്ഥമായിട്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് അവിടുന്ന് ട്വിൻ ഷെയറിങ് റൂമിലായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾക്ക് റൂം കിട്ടി. ഇവിടെ വന്നിട്ടിപ്പം 2ാം ദിവസം അല്ലേ? റൂമിൽ വന്നിട്ട് 2ാമത്തെ ദിവസമായി. പക്ഷേ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അന്നക്കുട്ടിക്ക് ആൻറ്റിബയോട്ടിക് പോകാൻ തുടങ്ങിയിട്ട് 3 ദിവസമായി അല്ലേ? 3 ദിവസം കംപ്ലീറ്റ് ആകും. അപ്പം ഇന്ന് രാവിലെ ഒരു ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഇന്ന് ഡിസ്ചാർജ് ചെയ്യാം. മെയിൻ ഡോക്ടറാണ് പറയുന്നത്. മെയിൻ ഡോക്ടർ വന്നിട്ടില്ല. അതെ 15 ആയിട്ടോ. ഓക്കെ, 71 ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അത് 15 ആയിട്ടുണ്ട്. ഇന്നലെ ടെസ്റ്റ് ചെയ്തായിരുന്നു. ഇന്നലെ ക്യാനിൽ ഒന്ന് മാറ്റി കുത്തിയ നേരം അവർ ബ്ലഡ് ടെസ്റ്റിന് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ചുമയ്ക്ക് കുറവുണ്ട്. ജലദോഷം നല്ലപോലെ കുറഞ്ഞു. പിന്നെ എന്നാ അവൾക്ക് പ്രത്യേകം. പിന്നെ ഫുഡ് കഴിക്കുന്നില്ലായിരുന്നു, ഒട്ടും കഴിക്കുന്നില്ലായിരുന്നു. ഇന്നലെ ഉച്ച മുതൽ ഇച്ചിരിയൊക്കെ കഴിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഫ്ലൂയിഡൊക്കെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ രാത്രി ഒന്നും കഴിച്ചില്ല കേട്ടോ. രാത്രി ഫുള്ള് ഉറക്കമാണ്. ഇന്ന് രാവിലെ വരെ ഉറങ്ങും. ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഒച്ച ഇത്രയും വെച്ചിട്ട് പോലും എണീക്കുന്നില്ല. നല്ല ഉറക്കം. അതിനിടയ്ക്ക് ഒരു 4 മണിക്ക് എണീറ്റായിരുന്നു. ഇടയ്ക്ക് എല്ലാ ദിവസവും ഒരു 4 മണിക്ക് എണീറ്റ് വെള്ളം വേണം ഇച്ചായ മെല്ലം വേണമെന്ന് പറയുന്നു. ചായ മെല്ലം വേണമെന്ന് പറയും. എല്ലാ ദിവസവും ഒരു 4 മണിക്ക് എണീറ്റ് പറയുന്നത്. പക്ഷെ ഇന്ന് 4 മണിക്ക് എണീറ്റിട്ട് വെള്ളമൊന്നും ചോദിച്ചില്ല. ഇനി ചായം കിടന്ന് ഉറങ്ങിക്കോട്ടെ പാവല്ലേന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പം അങ്ങനെയാണ്. പിന്നെ ഇച്ചായന് ഇന്നലെ വൈകുന്നേരമൊക്കെ നല്ല പനിയായിരുന്നു. ഞങ്ങൾ ഓൾറെഡി ഇച്ചായനൊരു പനിയുടെ ലക്ഷണമൊക്കെ ഉള്ളതുകൊണ്ട് പാരസെറ്റമോൾ ഇന്നലെ അല്ല അതിന് മുന്നേ. അപ്പം ഇവളെ കൊണ്ട് നമ്മള് കട്ടപ്പനയ്ക്ക് പോയി അന്ന് തൊട്ട് ഞാൻ പാരസെറ്റമോൾ കഴിക്കുന്നുണ്ട്. പക്ഷെ പാരസെറ്റമോളിൽ എഫക്ട് വിട്ടിട്ട് എനിക്ക് കുളിർന്നോണ്ടിരിക്കുകയായിരുന്നു. പനി എന്ന് പറഞ്ഞാൽ 100 വരുന്നില്ലായിരുന്നു. ഇന്നലെ പക്ഷെ 100 ആയി. 100 101 ആയി. അത് കഴിഞ്ഞ് പാരസെറ്റമോൾ കഴിച്ചു. പക്ഷെ ഞാനിവളോട് പറയും എനിക്ക് പനിക്ക് നോക്കി പനിക്കുന്നില്ല. ഇവള് പറയും ഫീലിങ് അത് പനി. ഇന്നലെ ഞാൻ പറഞ്ഞില്ല. കാരണം ഇന്നലെ പോയി നല്ല പനിയായിരുന്നു. പക്ഷെ ഇന്നലെ ഇവരും മമ്മി എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അവിടെ വലിയ ആശുപത്രി കിടന്നിട്ട് ഇങ്ങനെ ഇരിക്കുവാണോ, പോയി കാണിക്ക്. പിന്നെന്തായാലും ഒന്ന് പോയി കാണിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഇന്ന് ഡിസ്ചാർജ് വരെ ചെയ്ത് വണ്ടി ഓടിക്കണ്ടേ. തല പൊങ്ങൂല. തലവേദന സൈനസൈറ്റിസ് ആയതാന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ട് ഈ ചുമയുടെ മരുന്ന് കഫളകാരണ മരുന്നൊക്കെ ഞാൻ തന്നെ ഡോക്ടറായിട്ട് മേടിച്ച് കഴിക്കും. ഇവള് പറഞ്ഞ ആന്റിബയോട്ടിക്കിന്റെ പേരും പറഞ്ഞു. അത് പോയി മേടിച്ച് പോവുകയല്ല. അപ്പൊ പിന്നെ എന്തായാലും ചെസ്റ്റില് ക്ലിയർ ആയില്ലേ? ചെസ്റ്റിന്റെ ക്ലിയർ അല്ല, അല്ലെങ്കിൽ ചുമക്കുമ്പോ ഇങ്ങനെ. ഹലോ, ശ്വാസം മുട്ടിയോ? അതിനെ കൂടി എടുത്തോട്ട് പാടി. ശ്വാസം മുട്ടിന്ന് പറയുന്നു. ചേട്ടായി എന്തിയെന്ന് ചോദിക്കുന്നു കേട്ടോ. ചേട്ടായി എന്തി അവിടെ ഉണ്ടോ? നമുക്ക് വാ, ഇനി വാ. നമുക്ക് എന്റെ പൊന്നെ പാവേറ്റ് ശ്വാസം മുട്ടിയെന്ന്. എന്റെ ശ്വാസം
ഞാൻ ചേട്ടായി അടി കൊടുക്കണമെന്ന്. എന്നെ അടി പെണ്ണേ. ചൊങ്ങിയോ രാത്രിയില്? അടി കൊടുക്കണോ? അയ്യോടാ, ചേട്ടായിക്ക് അടി കൊടുക്കണേ. എന്ത് ചേട്ടായി പാവല്ലേ? ചേട്ടായി എന്നാ ചെയ്തേ? ഇതാട്ടോ നമ്മുടെ പുതിയ റൂമല്ല, നമുക്ക് അതൊരു കോയിൻസിഡൻസ് കേട്ടോ. നമ്മള് മേളിന്ന് ഷിഫ്റ്റ് ചെയ്ത് നമ്മള് കൊറേ വിളിച്ചു പറഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് റൂം കിട്ടി. ഒരു 12 മണി രാത്രി 12, അതായത് ആദ്യത്തെ ദിവസമല്ല, രണ്ടാമത്തെ ദിവസം രാത്രി 12 മണിയായപ്പോഴാണ് ഞങ്ങൾക്ക് റൂം കിട്ടുന്നത്. അപ്പൊ ഞങ്ങള് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അവര് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഞങ്ങളിങ്ങനെ വീൽചെയറിലാണ് വരുന്നത്. വീൽചെയറിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഈ റൂമിന്റെ ഫ്രണ്ടിലെത്തിയപ്പോ 5:22. കഴിഞ്ഞ പ്രാവശ്യം ആദ്യക്കുട്ടനെയും കൊണ്ട് കിടന്ന അതെ, രാജഗിരി, ഇത്രയും വലിയ രാജഗിരി ഹോസ്പിറ്റലില്, ഇത്രയും റൂമുകളുള്ള രാജഗിരി ഹോസ്പിറ്റലിൽ ഞങ്ങൾ കിടന്ന റൂം തന്നെ ഞങ്ങൾക്ക് കിട്ടി. അതെ, 700 രൂപ ഉള്ളിടത്ത് നമുക്ക് അവര് എല്ലാവർക്കും അത് നേഴ്സുമാരെല്ലാം നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇവിടെയല്ലേ കിടന്നതെന്ന് ചോദിച്ചു. നൊസ്റ്റാൾജിയ ഫീൽ ആയിരിക്കുമല്ലോ. അതുമല്ല, കറക്റ്റ് അത് തന്നെ കിട്ടുകയും ചെയ്തു. നമ്മുടെ ഞങ്ങളിങ്ങനെ പറയുന്നത് ഞങ്ങളുടെ സൈഡ് കർട്ടനൊക്കെ ഉണ്ട് എനിക്കിവിടെ കിടക്കാനിങ്ങനെ. റൂമാണിത്. അതെ അതെ, നമ്മൾ റിസർവ് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് നല്ല രാവിലെ പ്രസാദ കാഴ്ചകളൊക്കെ കണ്ട് പ്രത്യേക ഒരു നല്ല നല്ല ഫീൽ കിട്ടുന്ന റൂമാണ്. കഴിഞ്ഞ പ്രാവശ്യം കിടന്നുകൊണ്ടുകൂടെ ആയിരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ്. നല്ല സാർ എന്റെ ചായ കുടിച്ചാന്ന് പറഞ്ഞിട്ട് വേണ്ടേ? ഞാൻ ഇനിയും കുത്തും ഒന്നും കുടിച്ചില്ലെങ്കിൽ. ഇന്നലെ രാത്രിയില് ഫ്ലൂയിഡ് പോയിട്ടില്ലല്ലോ അല്ലേ? ഇനിയിപ്പോ എത്രാമത്തെ ദിവസം? 4ാമത്തെ ദിവസം അല്ലേ? അല്ലേ? അല്ല, 3 ദിവസം കംപ്ലീറ്റ് ആവുന്നു അല്ലേ? അതെ അതെ, നമ്മൾ വന്ന നേരത്താണ് വീഡിയോ. അത് കഴിഞ്ഞ് 2ാം ദിവസവും 3ാം ദിവസവും വീഡിയോ. 4ാം ദിവസം എന്ന് പറയുമ്പോൾ 4ാം ദിവസം ആകുമ്പോഴാണ് 3 ദിവസത്തെ ആന്റിബയോട്ടിക് കംപ്ലീറ്റ് ആവുന്നത് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ പറ്റത്തില്ലായിരുന്നു. ഞാൻ നേരെ നിന്നിട്ട് വേണ്ട വീഡിയോ എടുക്കാൻ. ഇവള് വേണം ഇതിനെ കൊണ്ട്. ഇതാണെങ്കിൽ വഴക്കുമില്ലായിരുന്നു. ഇപ്പോഴാണ് ഒരു തുള്ളി. അയ്യോ, എന്റെ തലയുള്ള ഇടയ്ക്ക് അങ്ങോട്ട് ഒരു രക്ഷയില്ല. പറ്റുന്നില്ല, അതുപോലെ വേദനയാണ്. ചത്തു പോകുന്ന പോലെ ഒരു എന്റെ പൊന്ന് പാല് കുടിച്ചു. അപ്പ തരണോ പാല്? അപ്പ പാല് തരണോ? അപ്പ തരണോ? അപ്പ പാല് തരണോ? അപ്പ കുടിക്കട്ടെ? അപ്പ കുടിക്കട്ടെ? ഡേറ്റ് വരുന്നടി. എന്നാ എൻ്റെ ഫോൺ ഇരുന്നിട്ടായിരുന്നു. അങ്ങനെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് മരുന്ന് കൊണ്ട് ഒരു രക്ഷയില്ലാഞ്ഞിട്ട് വീണ്ടും നമ്മളിവിടെ ആശുപത്രിയിൽ തന്നെ കാണിച്ചു. ഇവിടെ എന്നെയും കിടത്തി കേട്ടോ. ദാണ്ട കിടക്കുന്നു, പിടിക്കുകയാണ്. ഹായ്, ഇത് 2ാമത്തെ ദിവസമാണ്. 2ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ എടുത്ത ദിവസത്തിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ. ഇന്നലെ ആയിരുന്നു നമ്മൾ നേരത്തെ കണ്ട വീഡിയോ എടുത്തത്. ഇത് അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. ഇന്നലെ എന്തൊക്കെയോ കാരണങ്ങളാൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അത് കഴിഞ്ഞ് അല്ല, നമ്മൾ എടുത്തോണ്ടിരുന്ന സമയത്ത് അതിന് ശേഷം എടുക്കണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. ഇച്ചാന് ഭയങ്കര പനിയായി. കാഷ്വാലിറ്റി കൊണ്ട് കാണിച്ചു. ഡോക്ടർ മരുന്നൊക്കെ കൊടുത്തു. അഡ്മിറ്റ് ആവാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ അന്നക്കുട്ടി ഇവിടെ അഡ്മിറ്റ് ആയതുകൊണ്ട് ഇച്ചാൻ മരുന്നൊക്കെ മേടിച്ച് വന്നേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് 3 ദിവസത്തേക്കുള്ള മരുന്നല്ലേ, 3 ദിവസത്തേക്കുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്തെങ്കിലും കൂടുതലാവുകയാണ്. കാരണം ഈ ആർത്രൈറ്റിസ് ഉള്ളതുകൊണ്ട് ചെസ്റ്റ് ഇൻഫെക്ഷൻ വരാൻ ഭയങ്കരമായ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൂടുവാണെങ്കിൽ വന്ന് അഡ്മിറ്റ് ആവണം എന്നും പറഞ്ഞിട്ട് 3 ദിവസത്തെ മരുന്ന് കൊടുത്ത് വിട്ടു. മരുന്ന് ഇന്നലെ കഴിച്ചു. പനിയൊക്കെ കുറവുണ്ട്. പക്ഷേ പിന്നെ നെബുലൈസേഷനും സ്റ്റീം ഇൻഹലേഷനൊക്കെ ഉണ്ട്. പക്ഷേ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തലവേദനയാണ് ഇച്ചാന്. ദാ കിടക്കുന്നു. പെയിൻ കില്ലർ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. അപ്പം അത് വൈകുന്നേരമാണ് വരുന്നത്. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആൻറ്റിബയോട്ടിക് പെയിൻ കില്ലർ ഉള്ളത്. ഒരു നേരമാണുള്ളത്, വൈകുന്നേരം മാത്രം. അപ്പം അത് കഴിച്ചിട്ടില്ല, ഫുഡ് വന്നിട്ടില്ല. അപ്പം അതിന് മുന്നേ കുറച്ച് ചൂടുവെള്ളമൊക്കെ കംപ്രഷൻ അല്ലേ, ചൂടുവെള്ളത്തില് തുണി മുക്കി ഇച്ചിരി ചൂട് കംപ്രഷൻ കൊടുത്തോണ്ടിരിക്കുകയാണ് തലയ്ക്ക്, തലവേദന കുറയാൻ വേണ്ടിയിട്ട്. ആണോ? ഇപ്പൊ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോ കണ്ടതാട്ടോ. സൈനസൈറ്റിസ് ആണെന്ന് തോന്നുന്നു. കാരണം ഇവിടെയൊക്കെയാണ് വേദന. അപ്പം അത് തന്നെയാണ്. അപ്പൊ അതിന്
ഹോട്ട് കംപ്രഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗൂഗിളിൽ കണ്ടത്. ചെസ്റ്റിനകത്ത് ആദ്യം ഫുള്ള് കഫമായിരുന്നു. അത് ആന്റിബയോട്ടിക് കഴിച്ചപ്പോ കുറച്ച് കുറഞ്ഞു. അതിന് മുമ്പ് തന്നെ കുറഞ്ഞു. പക്ഷെ ഈ തലയ്ക്കുള്ളിൽ കഫം കയറി നിറഞ്ഞ് കഫക്കെട്ടായി സൈനസൈറ്റിസ് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ വലിയ കട്ട എത്രയോ ആണ് വരുന്നത്. കാണുന്നത് തന്നെ പേടിയാവും. പക്ഷെ ഭയങ്കര വേദന എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. ഞാൻ ഇവിടെ കിടന്ന് കഴിയുമായിരുന്നു. എനിക്ക് തല നേരെ വെക്കത്തില്ല, ചരിച്ചു വെക്കത്തില്ല, ഒരു രീതിയിലും പറ്റുന്നില്ല. അപ്പോഴാണ് ഇവിടെ ഗൂഗിളിൽ കയറിയാണ്ട് നോക്കിയിട്ട് ഇവിടെ ചൂടുവെള്ളം ഇങ്ങനെ തുണി നനച്ചിടാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്റ്റീം എടുക്കാന്, നെബുലൈസേഷൻ എടുക്കാന്, പിന്നെ സലൈൻ നേസൽ ഡ്രോപ്സ് ഒഴിക്കാൻ, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പം അങ്ങനത്തെയൊക്കെ ചെയ്ത് നോക്കുവാണ്. കാരണം സ്റ്റീം എടുക്കാൻ യാതൊരു നിർവാഹവും ഇല്ല. വീട്ടിൽ ചെന്നാൽ അല്ലാതെ പറ്റത്തില്ല. അതെടുത്താൽ കുറയും നല്ലപോലെ കുറഞ്ഞാലേ. സ്റ്റീം അല്ല, നെബുലൈസേഷൻ സ്റ്റീം എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. കാരണം വീട്ടിൽ ചെല്ലാതെ സ്റ്റീം എടുക്കാൻ ഒരു നിർവാഹം. നമ്മൾ അതിനെക്കൂട്ടി ഇത് അതിൽ കൂടെ പാഞ്ഞ് നടപ്പുണ്ട്. ഇല്ല. അപ്പൊ അവള് ഓക്കെ, കുഴപ്പമൊന്നുമില്ല, ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. ആന്റിബയോട്ടിക്കിന്റെ ചുമയുണ്ട് അവക്ക്, സെക്രീഷൻസ് ഉണ്ട്, മൂക്കിൽ സക്ഷൻ ചെയ്യുന്നുണ്ട്. അത് സെക്രീഷൻസ് ഉണ്ട് നല്ല പോലെ എന്ന് പറഞ്ഞു. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവളെ ഡോസ് കംപ്ലീറ്റ് ആകുമ്പോൾ ഡിസ്ചാർജ് ചെയ്യും എന്നാണ് വിശ്വസിക്കുന്നത്. അതെ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്ന് ഇപ്പൊ ശരിക്കും പറഞ്ഞ 5ാമത്തെ ദിവസം അല്ലേ ഇവിടെ വന്നിട്ട്. അതെ ഡിലേ ആവുന്നത്. അതായത് ദിവസങ്ങൾ കടന്നുപോയി നമ്മുടെ വീഡിയോയിൽ, പക്ഷെ അത്രയും ദിവസങ്ങൾ ഉണ്ടാവില്ല. ഈ വീഡിയോ ഇപ്പൊ എടുത്തത് 2 ദിവസം കൊണ്ടാണ്. ആദ്യത്തെ ദിവസവും 2ാമത്തെ ദിവസവും ഒക്കെ അങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെയാണ്. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ട് 5ാമത്തെ ദിവസമാണ്. പക്ഷെ ആന്റിബയോട്ടിക് പോകാൻ തുടങ്ങിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് 4 ദിവസമേ ആയിട്ടുള്ളൂ. അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അല്ലേ. പാവം. ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നല്ല രസം. അപ്പൊ എന്തായാലും ഇനിയുള്ള വിശേഷങ്ങളുമായിട്ട് പിന്നെ കാണാം അല്ലേ. ആരോഗ്യം തിരിച്ചു വന്നിട്ട് വീണ്ടും കാണാം. ഓരോരുത്തരുടെ ആരോഗ്യം ഓരോ ദിവസം പോയിക്കൊണ്ടിരിക്കും. പനി എല്ലാം പോയി. പക്ഷെ ഈ ഒരു പ്രശ്നം, തലവേദന, ഡിസ്ചാർജ് ചെയ്താൽ പോലും വണ്ടി ഓടിച്ചു വിടുന്ന് പോകണമെങ്കിൽ തല നേരെയാവും. ചിലപ്പം ഗുളിക കഴിക്കുമ്പോൾ കുറയായിരിക്കും. ഒരു ദിവസം പെയിൻ കില്ലർ കഴിച്ചു, ഒരു നേരം ഉണ്ട് പെയിൻ കില്ലർ. അത് ഒന്നിക്കുള്ളിൽ കഴിക്കണമെന്ന് പറഞ്ഞു. എല്ലാ ഗുളിയും നല്ല കൂടിയതാണ്. ടാബ്ലറ്റ് ആണെങ്കിൽ പോലും ഡോസ് പക്ഷെ പോയില്ലേ, പനി പോയി. ഇതുമായിട്ടൂടെ കഴിക്കണം. പനി പോയാൽ കഴിക്കണമെന്ന് പറഞ്ഞു. അതെ. അപ്പൊ എന്തായാലും ഇനിയുള്ള വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണാം കേട്ടോ. അതെ. അപ്പൊ ടാറ്റ ബൈ. അനുട്ടി പറഞ്ഞു ടാറ്റ പറഞ്ഞേ. വായി വെച്ചോണ്ട് നടക്കുവാണ്. കൈയൊക്കെ കണ്ടില്ലേ, പാമ്പർ കെട്ടി വെച്ചിരിക്കുക. അവള് അത് വലിച്ചു പറിക്കുന്നോണ്ട് അങ്ങനെ വെച്ചതാട്ടോ. കാലിലെ പിടിച്ച് കടിച്ച് തിന്നും. ഈ കുപ്പി പൊട്ടിച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ട് മരുന്നൊന്നും വായി പോകത്തില്ല. അപ്പൊ എന്തായാലും കൊച്ചിന്റെ കുപ്പി കൊടുത്ത് വായി അടപ്പ് കൂട്ടി പോവുകയായിരുന്നു. അത് കത്തിക്ക് വിശ്വസിക്കാനൊന്നും പറ്റില്ല. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. വന്നേ ടാറ്റ പറ. ഈ കൈ വെച്ച് പറ. ഈ കൈ വെച്ച് ടാറ്റ പറ. ടാറ്റ പറഞ്ഞേ. ചെയ്യൂ. ഉമ്മ വന്നേ. ഉമ്മ തരാൻ പകുതി വഴിക്ക് വന്നപ്പോ മുഖം വലുതായോണ്ട് അവിടെ നിന്നു. എല്ലാവർക്കും ഉമ്മ കൊടുത്തിട്ടുണ്ട്. ഇനി ഉമ്മ. ഓക്കെ. അപ്പൊ ശരി കേട്ടോ.